മുമ്പ് തന്നെ ഈ സത്യം എനിക്ക് മനസ്സിലായി. ഇനിയെങ്കിലും ശ്രീയുടെ അച്ഛനത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയേ പറ്റൂ. ഇനിയുള്ള തീരുമാനം ശ്രീയുടെ അച്ഛന്റെ കയ്യിലാണ്. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, മിസ്റ്റർ സുദർശനൻ? അതെ, ആരാണ്? എന്താ ഇത്? ഇത് രവിചന്ദ്രവർമ്മൻ സാർ തന്നുവിട്ടതാ. ഇതെന്തോ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ശരിയെന്നാ. സൂപ്പർ. ജന്മദിനത്തിന് രവിസാറ് ശ്രീടച്ചന് ഗിഫ്റ്റ് കൊടുത്തുവിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. എന്നാ സന്തോഷം കളയാതെ ഇതെവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞേക്ക്. മുഖം കണ്ടാൽ അറിയാം ചില തീരുമാനങ്ങൾ എടുത്താണ് മുന്നോട്ടു പോകുന്നതെന്ന്. സത്യം എന്താണെന്ന് കണ്ടെത്തലാണ് ലക്ഷ്യം. ദുഷ്കരമായ ജോലിയാണത്. മനോധൈര്യം ഒരുപാട് വേണം. ഏതായാലും മുന്നോട്ട് വെച്ച കാലിനെ പിന്തിരിപ്പിക്കണ്ട നീ. സത്യത്തിന്റെ വഴി കഠിനമേറിയതായതിനാൽ ആ വഴിയിൽ എന്ത് തടസ്സങ്ങൾ നേരിട്ടാലും ഭയപ്പെടണ്ട നീ. എന്നാലും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ വേണം. വിജയത്തിനുള്ള ശക്തിയും ധൈര്യവും നൽകി അമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രാർത്ഥന എപ്പോഴും നിനക്കുണ്ടാവും. ഇനി കണ്ണുനീർ പൊഴിക്കാനാവാത്ത വിധം വരണ്ടതാണ് അവളുടെ കണ്ണുകൾ. ഈ പ്രണയകഥയിൽ ഉടനൊരു വഴിത്തിരിവുണ്ടായേ മതിയാവൂ. അതുണ്ടാക്കേണ്ടത് അവളുടെ മാതാപിതാക്കളിൽ ഒരാളാണ്. അമ്മേ മഹാമായേ, അമ്മേ നാരായണ. മാരേജ് ബ്യൂറോ സൈറ്റിൽ ശ്രീലക്ഷ്മിയുടെ പ്രൊഫൈൽ കണ്ട് പ്രൊപ്പോസൽ അയച്ചവരിൽ ഒരാൾ ഞാനാ. രവിക്കു വേണ്ടി. നിങ്ങളുടെ പ്രതികരണം അറിയാൻ ഒരു കൗതുകത്തിനു വേണ്ടി ചെയ്തതാ. പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ പക്ഷേ വീണ്ടും ആ ആലോചനയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നി. അതാ ഇതിവിടെ നേരിട്ട് കൊണ്ടുവന്ന് തരണമെന്ന് തോന്നിയത്. ദാ വായിച്ചു നോക്ക്. ഇതിൽ രവിയുടെ ബയോഡറ്റയുണ്ട്. അവനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ തന്നെ ഇതും കൊണ്ട് വന്നത്. അമ്പലത്തിലല്ല, ശ്രീലക്ഷ്മി കുഞ്ഞിന്റെ വീട്ടിലാ പോയത്. ശ്രീലക്ഷ്മിയുടെ വീട്ടിലോ? എന്തിന്? അത് ഞാൻ പറയണോ കുഞ്ഞെ? നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമോന്ന് അറിയാൻ തന്നെ.
എന്തിനാ ബാലമാമ അമ്മയെ വിട്ടത്? അങ്ങോട്ട് പോകുന്നെന്ന് അറിയാമെങ്കിൽ എന്നോടൊരു വാക്ക് പറയാത്തെന്താ? പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല കുഞ്ഞെ. പണ്ടാ സുദർശനൻ മോൾക്കു വേണ്ടി ഒരു മാട്രിമോണിയിൽ പരസ്യം നൽകിയിരുന്നു. അന്ന് നമ്മളാരും അറിയാതെ ഗായത്രിയമ്മ അതിൽ കുഞ്ഞിന്റെ പ്രൊഫൈല് കൊടുത്തതാ. ഇന്നിപ്പോ അതും കൊണ്ടാ അമ്മ. അമ്മ ഇതെവിടെ പോയത്? നീ കാപ്പി കുടിച്ചോ? ഇല്ലെങ്കി വാ, ഞാൻ എടുത്തു തരാം. കാപ്പി കുടിക്കാതെ തന്നെ വയറ് നിറഞ്ഞു. അമ്മ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛനൊരു പ്രത്യേക സ്വഭാവക്കാരന്. അമ്മ അവിടെ ചെന്നിട്ട് അപമാനം പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു. എന്നെ ആരും അപമാനിച്ചില്ല. ആ മനുഷ്യൻ അത്ര വിവരദോഷിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ ഏതൊരാളും അല്പം സ്വാർത്ഥരാകും. അത് ക്ഷമിക്കാവുന്ന തെറ്റു മാത്രമാണ്. അത് അമ്മയ്ക്ക് ആ കുട്ടിയെ മരുമകളാക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് തോന്നിപ്പോകുന്ന ഞങ്ങളാ. എനിക്കറിയാവുന്നിടത്തോളം. അതിന് നിനക്ക് സുദർശനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്? പറ, കേൾക്കട്ടെ ഞാൻ. നിനക്കറിയാവുന്നത് ശ്രീലക്ഷ്മിയാണ് രവി. സുദർശനെ അറിയണമെങ്കിൽ നീ ഒരച്ഛനാകണം. പുറം കാഴ്ച കൊണ്ട് മാത്രം ഒരാളെ വിധിക്കരുത്. ഞാൻ വിധിക്കുന്നില്ല അമ്മേ. എന്റെ അനുഭവം വെച്ചിട്ട്. എന്റെ അനുഭവം? അഥവാ ആ മനുഷ്യനിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടായാൽ അതിന് കാരണക്കാരൻ നീ സ്വയം തന്നെയാണെന്നേ ഞാൻ പറയൂ. ഞാനോ? അതെ. നിങ്ങളെന്താ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്ന് നോക്കുന്നേ? ഇത് 2-3 തവണ ആയല്ലോ. നിനക്കതിന് നഷ്ടമൊന്നുമില്ല. പോയി ഞാൻ പറഞ്ഞ ആ പായസം റെഡിയായി നോക്ക്. മോളിപ്പോ വരും. ആ ദാ വന്നല്ലോ. ആ നിന്നോട് ഓഫീസിൽ നിന്ന് നേരത്തെ വരാൻ പറഞ്ഞില്ലേ ഉള്ളൂ. കേക്കൊന്നും വാങ്ങിക്കാൻ പറഞ്ഞില്ലോ ഞാൻ. ആ അത് ശരി. ഞാൻ രണ്ടാളോടും രാവിലെ പറഞ്ഞിട്ടല്ല ഇറങ്ങിയത്. വൈകിട്ട് കേക്ക് കെട്ടിയത് നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന്. അച്ഛമ്മ, നമുക്ക് കേക്ക് മുറിക്കാം. അവരുടെ ഒരു 5-10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് മതി. ഞാൻ കുറച്ചുപേരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരും കൂടെ വന്നിട്ട് മതി കേക്ക് മുറിക്കലൊക്കെ. ഓഹോ, അത് ശരി. അപ്പൊ രഹസ്യമായ ഏർപ്പാടാണല്ലേ? അതാണ് എന്നെ കൊണ്ട് പായസമൊക്കെ വെപ്പിച്ചത്. അല്ല, ആരാ ഈ വരുന്ന VIPs? നിങ്ങളുടെ തുണിക്കടയിലെ മുതലാളിയും ബാബു ആണോ? അവരൊറ്റയ്ക്കാണോ അതോ ഫാമിലി ഉണ്ടോ? കുറെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നോണ്ട് ചോദിച്ചതാ. അതൊക്കെ അവര് വന്നിട്ടേ പറയാൻ പറ്റൂ. മൊത്തം ഫാമിലി ആയിട്ട് വരാനാ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് മനസ്സിലാകും ആരാ എന്താന്ന്. അതുവരെ സർപ്രൈസാ. രണ്ടുപേരകത്തേക്ക് ചെന്നാട്ടെ. ചെല്ല് ചെല്ല്. അച്ഛനെന്താ അമ്മേ ഇപ്പൊ ഇത്ര ഉത്സാഹം? രാവിലെ കണ്ട ആളല്ലല്ലോ ഇത്. അതെ അതെ, എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചുറപ്പിച്ചിട്ടാ ഈ കാണിക്കുന്നതൊക്കെ. ഇതിപ്പോ ആള് നിന്റെ അച്ഛനായതുകൊണ്ടേ ഒന്നും ഊഹിക്കാൻ പറ്റില്ല. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും ഒരേപോലെ പിടയ്ക്കുന്ന ഐറ്റവാ. ആ, നീ ബാഗൊക്കെ അകത്ത് വെച്ചിട്ട് എന്നെ വന്ന് സഹായിക്ക. വാ. സമയം എത്രയായിട്ട് കാണുന്നില്ല. അച്ഛ പ്ലീസ്, അച്ഛൻ വിഷമിക്കണ്ട. സോറി, പറഞ്ഞതൊന്നും മനസ്സിൽ വച്ചേക്കണ്ട അച്ഛൻ. സാറ് വെറുതെ. മോളെ നിക്ക്. എനിക്കല്പം സംസാരിക്കണം എല്ലാവരോടും.
അതിനാണ് ഈ സന്ദർഭം ഉണ്ടാക്കി എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നടന്നു കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർത്തു പറഞ്ഞ് അവസാനിപ്പിക്കാൻ. സാറിനോട് എന്തും പറയാനുള്ള അവകാശം എനിക്കില്ലെന്ന് നന്നായിട്ടറിയാം. മാത്രമല്ല, സാറ് നമുക്ക് വേണ്ടി ചോദിക്കാതെ തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അന്നു മുതൽ സാറിന് എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. എന്നാൽ സാറിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്റെ മോളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അയ്യോ അച്ഛാ, അങ്ങനൊന്നും പറയല്ല അച്ഛാ. മോളെ മതി. ഇനി നീ എത്രയെന്ന് പറഞ്ഞാ നിന്റെ ഈ അച്ഛനെ തോൽപ്പിക്കുന്നത്? കൺമുന്നിൽ നീയും സാറുമായി നടക്കുന്ന നിഷ്കളങ്കമായ ആത്മബന്ധം തിരിച്ചറിഞ്ഞിട്ട് ഇനിയും ഞാനതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒട്ടും ശരിയല്ല. കൺമുന്നിൽ വജ്രമുണ്ടായിട്ടും ഞാൻ സ്വർണം തേടി വെറുതെ അലയുകയായിരുന്നു. അത് വിഡിത്തം. അത് ഞാനിത് തിരിച്ചറിയാണ്. നോക്കൂ, ഞാൻ വിളിച്ചപ്പോ എന്റെ വാക്കിനെ മാനിച്ച് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു. ഇനി ഞാൻ എന്റെ തീരുമാനം ദാ ഇവിടെ വെച്ച് പറയുകയാണ്. ഇവർ രണ്ടാളുടെ മുമ്പിൽ ഞാൻ തോൽക്കാൻ തയ്യാറാണിപ്പോ. പക്ഷേ ഇവരുടെ പ്രണയം തോക്കാൻ പാടില്ല. എന്റെ മകളും രവിവർമ്മൻ സാറുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ഇനി ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളോടൊപ്പം ഞാനും എന്റെ ഭാര്യയും ഉണ്ടാവും ആശീർവദിക്കാൻ. ഏത് കാര്യത്തിനും അച്ഛനും അമ്മയും സമ്മതിച്ചാൽ ലോകം തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയാറ്. നമ്മുടെ ഈ ചെറിയ ലോകത്തെ സാർ ഏറ്റെടുത്തോളൂ സാർ. എനിക്ക് സമ്മതമാണ് മോളെ അങ്ങേക്ക് തരാൻ. തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നാൾ ആരെ വിശ്വസിച്ചോ അദ്ദേഹം വേറെ ഏതോ വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ ഇദ്ദേഹത്തെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? നിങ്ങൾ തന്നെ അതിന് ഉത്തരം പറയേ. മോളെ, നീ ഇങ്ങനെ ധൃതി കാണിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ രവി എന്റെ അമ്മേ,
അച്ഛൻ കണ്ടോ, ഇപ്പോഴും അദ്ദേഹം അതിനെപ്പറ്റി പറയാൻ മടിക്കുന്നു, അമ്മയെ വിലക്കുന്നു. അപ്പോ ആളെന്തോ ഒളിപ്പിച്ചു വെക്കല്ലേ? അച്ഛൻ തന്നെ പറയേ. ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് പേരിന്റെ മഹത്വം കൊണ്ടോ വർമ്മൻ കുടുംബത്തിന്റെ സമ്പത്ത് കണ്ടിട്ടോ അല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മാത്രം കണ്ടിട്ടോ. എന്നാൽ ഇപ്പോ അതും പൊള്ളയാണെന്ന് എനിക്ക് മനസ്സിലായി. അതാ സംഭവിച്ചത്. മോളെ ശ്രീലക്ഷ്മി, 10-21 കൊല്ലത്തിന് മുമ്പുള്ള പഴയൊരു പേപ്പറും കയ്യിൽ വെച്ച് ഇത്രയൊക്കെ സംസാരിക്കണോ നീ? വാസ്തവത്തിൽ എന്താ നിന്റെ പ്രശ്നം? ഇവൻ അമ്മയെന്ന് വിളിക്കുന്ന ഞാൻ അവന്റെ അമ്മ അല്ല എന്നുള്ളതാണോ? അമ്മേ വേണ്ട. നീ മിണ്ടാതിരിക്ക് രവി, ഇനി ഞാൻ സംസാരിക്കട്ടെ. നോക്കു മോളെ, ആരെന്തു പറഞ്ഞാലും രവി എന്റെ മകനാണ്, ഞാൻ പ്രസവിക്കാത്ത എന്റെ മകൻ. അല്ലെങ്കിൽ ആരാ ഇതൊക്കെ ചോദിക്കാനും പറയാനും? പ്രസവിച്ചാൽ മാത്രമേ മകനാകൂ? കൃഷ്ണൻ യശോദയ്ക്ക് ആരാണെന്ന് പറയൂ നിങ്ങൾ. എനിക്കും രവി അങ്ങനെയാ. ഞാൻ അവന്റെ അമ്മയാണ്, ഇവനെ ദത്തെടുത്ത് വളർത്തിയ അമ്മ. പിന്നീട് പൂർണ്ണ മനസ്സോടെ ഇവനെ ഞാൻ എന്റെ മൂത്ത മകനാക്കുകയായിരുന്നു, വർമ്മൻ കുടുംബത്തിന്റെ മുഴുവൻ അധികാരവും ഏൽപ്പിക്കാൻ. ദത്തുപുത്രനോ? അതെ, എന്താ കുഴപ്പം? എത്രയോ പേർ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നു. അതൊരു കുറ്റകൃത്യമൊന്നും അല്ലല്ലോ ഈ രാജ്യത്ത്. നോക്ക് ശ്രീലക്ഷ്മി, ഈ കാര്യങ്ങളെല്ലാം ഒരു ദിവസം നിന്നോട് പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ ആ സത്യം നീ നേരത്തെ അറിഞ്ഞുവെന്ന് വെച്ച് നമ്മളെയെല്ലാം കുറ്റവാളികളെ പോലെ കാണുന്നത് മോശമാണ്. എപ്പോഴും വാക്കുകളും ആരോപണങ്ങളും ആലോചിച്ചു മാത്രം പറഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ അതേക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടി വരും മനുഷ്യന്. സോറി അമ്മേ, സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാൻ എനിക്കും വലിയ താല്പര്യമുള്ളതല്ല. എനിക്ക് പറയാൻ ഒരു പോയിന്റേ ഉള്ളൂ. ഈ ലോകത്തിന്റെ മുൻപിൽ തന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുന്ന ഒരാളെ എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ബന്ധം എനിക്ക് ബുദ്ധിമുട്ടാണ്. ശ്രീലക്ഷ്മി, ഞാൻ തന്നോട് സച്ചിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ ദേഷ്യത്തിലാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പക്ഷെ ഞാൻ... ഇല്ല സർ, തെറ്റിദ്ധരിക്കരുത്, ഇത് ദേഷ്യമല്ല. സർ യഥാർത്ഥ ഐഡന്റിറ്റി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി ജീവിച്ചാൽ ഞാൻ സാറിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. എനിക്കൊരു വ്യാജ ഭർത്താവിനെ വേണ്ട, അതേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീലക്ഷ്മി, കമോൺ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി കഴിഞ്ഞതാണ്. തന്റെ അച്ഛന്റെ അനുവാദം കിട്ടിയതോടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ഈ ഒരു അവസരത്തിൽ വീണ്ടും നമ്മൾ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ താൻ സംസാരിക്കരുത്, പ്ലീസ്. അതെ, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കരുത് മോളെ. ആ രാജാറാമില്ലേ, അയാളുടെ ആൾക്കാരനെ പിടിച്ചോണ്ട് പോയി ഒരു ദയയില്ലാതെ തല്ലുകയായിരുന്നു. അയ്യോ, അതിനുവേണ്ടി തല്ലു വാങ്ങാൻ ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? അതെനിക്ക് മനസ്സിലായില്ല. അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്ത തോപ്പി. ഇക്കാലത്തൊരു ഉപകാരം ചെയ്താല് തല്ലുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? ഉപകാരം ചെയ്യുന്ന ഒരാള് ചേട്ടൻ എന്തെങ്കിലും പണി ഒപ്പിച്ചു കാണും, അല്ലാതെ ആരും വെറുതെ കയറി തല്ലൂലല്ലോ. അപ്പുറത്തെ ആ പെണ്ണും രവിവർമ്മൻ സാറും തമ്മിലുള്ള കല്യാണം മുടങ്ങാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് തല്ലുവാണെന്ന ആ മൊട്ട രാജാറാം പറഞ്ഞത്. അല്ല പപ്പി, നീ വല്ലതും അറിഞ്ഞായിരുന്നോ? അവരാ കല്യാണം വല്ലതും ഉറപ്പിച്ചോ ആ സുദർശൻ? എനിക്കറിഞ്ഞൂടാ. ആ രവിവർമ്മനും അമ്മയും അനിയനും അയാളുടെ ഭാര്യയും ഒക്കെ വന്നിട്ട് പോകുന്നത് കണ്ടു. ഞാനൊന്നും അന്വേഷിക്കാൻ പോയില്ല.
ഇനിയിപ്പോ ഞാൻ ചെന്ന് എന്തെങ്കിലും ചോദിച്ചിട്ട് വേണം ആ സരോജൻ ചേച്ചി എന്റെ നേരെ ചാടിക്കടിക്കാൻ വരാൻ. അല്ലെങ്കിലേ ഒരു കല്യാണം മുടങ്ങിയതിന്റെ ദേഷ്യത്തിലിരിക്കുക അവര് മൊത്തം. എന്ത് ദേഷ്യമാണെങ്കിലും നീ നോക്കിക്കോ ഓപ്പി. എനിക്ക് ഈ തല്ല് മേടിച്ചു തന്നതിന് ഞാൻ അവരോട് എണ്ണി എണ്ണി പകരം ചോദിച്ചിരിക്കും. എന്റെ പുതിയ കളിയെ അവരിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അയ്യോ എന്റെ ചേട്ടാ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തി മര്യാദയ്ക്ക് ജീവിച്ചൂടെ ചേട്ടന്? അവരൊക്കെ വലിയ വലിയ ബന്ധങ്ങൾ ഉള്ളവരാ. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. എന്ന് വെച്ചാൽ എങ്ങനെ നിർത്താൻ പറ്റൂടി? എനിക്ക് കിട്ടിയ അപമാനത്തിന് പകരം ചോദിക്കാതെ. മതി, ദയവ് ചെയ്തൊന്ന് നിർത്ത്. ആരോടോ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നാ ഒരു പഴമൊഴി. ഞാൻ പോയി വെള്ളവും കുഴമ്പൊക്കെ എടുത്തിട്ട് വരാം. പെട്ടെന്ന് എഴുന്നേറ്റ് ചൂട് പിടിക്കാൻ നോക്ക്. കൃഷ്ണ വരാറായി. അവള് വന്നാ ഇത് എന്താ ഏതാന്നൊക്കെ കാര്യം അന്വേഷിക്കും. വെറുതെ പിള്ളാരെ മുമ്പേ കൂടി ഇനി നാണം കിടാൻ നിക്കണ്ട. ആരോടോ വേദം ഓതുകയെന്ന് പറഞ്ഞ അപ്പൊ അവളെന്നെ പോത്തന്നല്ലേ വിളിച്ചത്? എടീ പപ്പി, ഞാതാ വരുന്നു. നീ ഇത്രയ്ക്ക് കുഴപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ശ്രീ. ഓ ഭയങ്കരം തന്നെ. എന്താഗ്രഹിച്ചുവോ അത് നടക്കാൻ എല്ലാം ഒത്തുചേർന്ന് വന്നപ്പോ നീ മാത്രം ഇടം തിരിഞ്ഞു നിൽക്കുന്നു. ഗ്രേറ്റ് ഡിസിഷൻ, സൂപ്പർ. സത്യം പറഞ്ഞോ, നിനക്ക് ചുറ്റുമുള്ള ഒരു പിടി മനുഷ്യരുടെ മുഖത്തേക്ക് നീ കൈവീശി അടിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. സുദർശൻ ഞങ്ങളുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചു കാണുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? രവിവർമ്മൻ സാർ നിന്നിൽ നിന്നും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ സത്യത്തിൽ നിന്റെ തന്നെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണോന്നാ എനിക്കിപ്പോ സംശയം. എന്നാൽ സംശയിക്കണ്ട, ഇതിൽ നിന്നും ആരുടെയൊക്കെ മനസ്സ് വേദനിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചുവെങ്കിൽ അതിനൊരു കാരണം കാണുമെന്ന് നീ മനസ്സിലാക്കണം. എന്ത് കാരണമാണെങ്കിലും നിന്നെ കൊണ്ട് പറ്റുമോ രവി സാറിനെ മറക്കാൻ? എനിക്കിതൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല ശ്രീ. സാറിനെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ച സഹിക്കാൻ പറ്റാത്ത നിനക്ക് ഒറ്റ നിമിഷം കൊണ്ട് സാറിനോടുള്ള ആത്മബന്ധം മറക്കാൻ പറ്റുമോ? പറ്റില്ല. അത് നിനക്കെന്നെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടാ കൃഷ്ണ. ഞാൻ സാറിൽ നിന്നും അകന്നു നിൽക്കുന്നെന്ന് കരുതി സാറിനോട് എനിക്കുള്ള ബന്ധം അല്പം പോലും കുറഞ്ഞിട്ടില്ല. മറിച്ച് എനിക്ക് സാറിനെ ഇനിയും മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതാ എന്റെ ആവശ്യം. പക്ഷെ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുടെ അരികിൽ തന്നെ ഉണ്ടായിരിക്കണം ശ്രീ. ഒരാളെ അകറ്റി നിർത്തിയ എങ്ങനെ അയാളെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? ഒരു വസ്തുവിനെ നമ്മൾ കൂടുതൽ അടുത്ത് വെച്ച് നോക്കിയാൽ അവ്യക്തമായി കാണാൻ പറ്റും കൃഷ്ണ. അതിനെ കൃത്യമായി കണ്ടു മനസ്സിലാക്കണമെങ്കിൽ അല്പം ദൂരെ നിന്ന് തന്നെ വേണം നോക്കാൻ. അതൊരല്പം വേദനിപ്പിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ സത്യം അതാണ്.